morning, sir. Welcome to the show. Morning, Anla. Morning, viewers. സർ, ആദ്യം തന്നെ യു എസ് വിപണിയിലേക്ക് പോയി നോക്കാം. വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസത്തിൽ യു എസ് വിപണിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്ക് പുതിയൊരു ഓൾ ടൈം ഹൈയിലേക്ക് കുതിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ FOMC മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നാളെയോടുകൂടി റേറ്റ് ഡിസിഷൻ വരുന്നു, CPI കണക്കുകളും ഒക്കെ വരുന്നു. ചുരുക്കത്തിൽ വളരെ സംഭവബഹുലമായിട്ടൊരു ആഴ്ച തന്നെയാണ് യു എസ് വിപണിയെ സംബന്ധിച്ച് ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത്. യു എസ് വിപണിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ അല്ല, ഇന്നലെ നമുക്ക് വീണ്ടും ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഒരു റിക്കവറി കാണാൻ സാധിച്ചു. സോ ഡൗ ജോൺസ് ഇൻഡെക്സിന് ഇപ്പോൾ ഒരു പുതിയ സപ്പോർട്ട് ലെവൽ ഫോം ചെയ്ത് വരുന്നുണ്ട് 38,600 പോയിന്റില്. ആൻഡ് ദാറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിലും ഒരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു മുന്നേറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 39,200 പോയിന്റ്സ്, അതിനെ തുടർന്ന് 39,500 പോയിന്റ്. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ അടുത്ത 2-3 സെഷൻസിൽ നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിൽ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിൽ ഇന്നലെ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ ഒരു അല്പം വീക്ക്നെസ് കണ്ടെങ്കിലും ബൈ ക്ലോസിംഗ് ടൈം വീണ്ടും ഒരു നല്ലൊരു ക്ലോസ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 19,200 പോയിന്റ്സ് ആയിരിക്കും ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ലെവൽ. ആ ഒരു റെസിസ്റ്റൻസ് മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 19,400 പോയിന്റ്സിലായിരിക്കും. യെസ്, കമോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞൊരു ദിവസത്തെ കണക്കുകൾ പരിശോധിക്കാൻ 4 മാസത്തെ ഏറ്റവും മികച്ചൊരു മുന്നേറ്റം ഇന്നലത്തെ വ്യാപാരത്തിൽ രേഖപ്പെടുത്താൻ ക്രൂഡിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒപ്പേക്കുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ, ഇപ്പോൾ ഒപ്പേക്കിന്റെ മീറ്റിംഗ് നടക്കാനിരിക്കുന്നു, അവരുടെ ഒരു സപ്ലൈയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ക്രൂഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അതിനു മുമ്പ് നിലവിലത്തെ ക്രൂഡിന്റെ ഒരു കണക്കുകൾ കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. WTI ക്രൂഡിന്റെ ഫ്യൂച്ചേഴ്സ് വളരെ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടൂണിൽ $77.61 എന്നൊരു നിലയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബ്രെന്റ് 0.26% ഇടിവ് രേഖപ്പെടുത്തി $81.42 എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ WTI ക്രൂഡിന് $78-79 റേഞ്ചിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് മറികടക്കാൻ സാധിച്ചാൽ മാത്രമേ ക്രൂഡിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. നേരെ മറിച്ച് വീണ്ടും ഒരു വീക്ക്നെസ് $75 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും ഒരു വീക്ക് ക്ലോസിംഗിലോട്ട് നമുക്ക് ക്രൂഡ് പോകുന്നത് കാണാൻ സാധിക്കും. സോ അറ്റ് ദിസ് മൊമെന്റ് പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക ക്രൂഡിന്റെ കേസിൽ. യെസ്, ഒപ്പം തന്നെ സ്വർണത്തിലേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. സ്വർണത്തിനെ സംബന്ധിച്ച് തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിലാണ് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ തുടക്ക വ്യാപാരത്തിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ $2,330 അടുത്ത് വരെ, $230 പെർ ഔൺസിന് അടുത്ത് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ 0.32% ഇടിവിൽ ട്രോയ് ഔൺസിന് $2,319.5 എന്നൊരു നിലയിലാണ് ഗോൾഡ് ഫ്യൂച്ചേഴ്സിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. ഗോൾഡിൽ ഇനി പ്രധാനമായിട്ടും ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഒപ്പം തന്നെ ഈ ഒരു സൂചികയിൽ, ഈ ഒരു മാർക്കറ്റിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ ട്രെൻഡ് ഇസ് ടേണിംഗ് ബെയറിഷ്. ഓൾറെഡി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കഴിഞ്ഞു. അതിനെ തുടർന്ന് നമ്മൾ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ചു വേണം പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $2,280 ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ഇന്നല്ലെങ്കിൽ അടുത്ത 2 സെഷൻസിൽ റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ $2,360-2,380 ആയിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോൾ തുടക്കത്തിൽ വളരെ ശക്തമായിട്ടൊരു മുന്നേറി ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ നിലവാരമായ 23,411.9 എന്നൊരു നില വരെ എത്താനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഒരു ഡേ മുഴുവൻ പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു നിലവാരം സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിന് മുന്നത്തെ ഒരു ഓൾ ടൈം ഹൈ ആയ 23,338 എന്നൊരു നിലവാരം മെയിൻറ്റെയിൻ ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിൽ 23,259.2 എന്നൊരു നിലയിലാണ്. നിഫ്റ്റിയിൽ താങ്കൾ ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്?
അല്ല, ഇന്നലെ നിഫ്റ്റി 50 നമുക്ക് കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും തന്നെ കണ്ടില്ല. അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. പക്ഷെ ലോ റിസ്ക് ആയിട്ട് നിഫ്റ്റി 50 സ്റ്റോക്സിൽ പുതിയ ബൈങ് അവസരങ്ങളൊന്നും കറന്റ് ലെവൽസിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 2 സെഷൻസിൽ വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. അങ്ങനെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 22,800, അതിനെ തുടർന്ന് 22,600 പോയിന്റിലും ആയിരിക്കും സപ്പോർട്ട് വരാൻ പോകുന്നത്. യെസ്, ഒപ്പം തന്നെ ബാങ്കിങ് സൂചികയിലൂടെ വരികയാണ്. ബാങ്കിങ് സൂചികയിലേക്ക് വരുമ്പോൾ നിലവിലെ ഒരു നിഫ്റ്റിയുടെ അതേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടക്ക വ്യാപാരത്തിൽ 50,000 എന്നൊരു മാർക്കിന് മുകളിൽ, ഒരു സൈക്കോളജിക്കൽ ലെവലിന് മുകളിൽ പോകാനായിട്ട് നിഫ്റ്റി ബാങ്കിനും സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു നിലവാരം സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പിന്നീട് സാധിച്ചിട്ടുമില്ല. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 49,780.9 എന്ന നിലയിൽ വളരെ ഫ്ലാറ്റ് നെഗറ്റീവ് ടോണിലാണ്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു സൂചികയിൽ താങ്കളുടെ ഫോക്കസിൽ ഏതെങ്കിലും ഓഹരികളുണ്ടോ? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി വെരി മച്ച് ബുള്ളിഷ്. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് 50,500, 51,200 ഈ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കത്തില്ല. അതിന് മുൻപ് നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഇന്നത്തെ ട്രേഡിംഗിൽ വീണ്ടും ബാങ്കിങ് മേഖലയിൽ ഒരു സ്റ്റോക്കിൽ എനിക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ അവസരങ്ങളൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ബാങ്കിങ് സൂചികളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇപ്പോൾ HDFC അടക്കമുള്ള ഹെവി വെയിറ്റ് ഓഹരികളിലൊന്നും വലിയ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അതേസമയം സ്മോൾ ഫിനാൻസ് ബാങ്ക് സെഗ്മെന്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക ഓഹരികളും വളരെ ശക്തമായിട്ടൊരു ബൈങ് ഇൻഡെക്സ് കടന്നു വന്നു എന്ന് മാത്രമല്ല, ഒരു പോസിറ്റീവ് ടോണിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ എടുത്തു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഫിനോ പേയ്മെന്റ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ്. 3.19% നേട്ടത്തിൽ 283 രൂപ എന്നൊരു നിലയിലാണ് ഫിനോ പേയ്മെന്റ്സിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? ഒപ്പം തന്നെ ഈ ഒരു സെഗ്മെന്റിൽ മറ്റേതെങ്കിലും ഒരു ഓഹരികൾ താങ്കളുടെ ഫോക്കസിലുണ്ടോ? അല്ല, ഇന്നലെ ഫിനോ പേയ്മെന്റ്സ് ബാങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ക്ലോസ് കാണാൻ സാധിച്ചെങ്കിൽ പോലും ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് ഫിനോ പേയ്മെന്റ് ബാങ്കിന്റെ കേസിൽ ഇറ്റ് ഇസ് ബെയറിഷ്. സോ എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട് 250 രൂപയുടെ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 290, 300, 290, 300 ആ ഒരു റേഞ്ച് എത്തുമ്പോഴേക്കും സ്റ്റോക്കിൽ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും. അതിന് ശേഷം വരാൻ പോകുന്ന ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷന്റെ സമയത്തായിരിക്കണം നമ്മൾ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. നമ്മൾ മറ്റ് സ്മോൾ ഫൈനാൻസ് ബാങ്കുകളൊക്കെ നോക്കുമ്പോഴേക്കും അതിൽ ഏറ്റവും ശക്തമായിട്ട് ഇന്നലെ ക്ലോസിംഗ് നടത്തിയത് ജന സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആയിരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദാറ്റ്. അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. മറ്റ് സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ ഒന്നും തന്നെ ഇന്നലെ കാര്യമായിട്ട് ഒരു മൂവ്മെന്റ് ഒന്നും കാണാൻ സാധിച്ചില്ല. ബട്ട് കേരള ബേസ്ഡ് ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ നമ്മൾ അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്കൊരു കോൺട്രേറിയൻ സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കും. ഇന്നലെ ക്ലോസിംഗ് പ്രൈസസ് അറൌണ്ട് 53 രൂപ. കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കുക. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ 48 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിൽ ഒരു റിക്കവറി വരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 57 രൂപയിലായിരിക്കും. അതിനെ തുടർന്ന് 62 രൂപയിൽ. ഒപ്പം തന്നെ ഇൻഷുറൻസ് മേഖലയിൽ കൂടി ചോദിക്കുകയാണ്. ഇൻഷുറൻസ് മേഖലയിലേക്ക് വരുമ്പോൾ ഭൂരിഭാഗം ഓഹരികളിലും വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ പബ്ലിക് ഡൊമൈനിൽ പെട്ടിട്ടുണ്ടായിരുന്ന ജനറൽ ഇൻഷുറൻസ്, ന്യൂ ഇന്ത്യ അഷുറൻസ് തുടങ്ങിയ ഓഹരികളിൽ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്തി എന്ന് മാത്രമല്ല മികച്ച ഒരു ക്ലോസിംഗും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനറൽ ഇൻഷുറൻസിലേക്ക് വരുമ്പോൾ 4% നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, 380.2 എന്നൊരു നിലയിൽ. ന്യൂ ഇന്ത്യ അഷുറൻസിലേക്ക് വരുമ്പോൾ 8% നേട്ടത്തിൽ 239.58 എന്നൊരു നിലയിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് അതേഴ്സ് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിക്ക് 263 രൂപയിലെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും.
നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക. ബട്ട് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ ലെറ്റ് ഇറ്റ് ബ്രേക്ക് 263. GICയുടെ കേസ് എടുക്കുമ്പോഴേക്കും GICയിലും സിമിലർ പാറ്റേൺ കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായിട്ട് ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ആൻഡ് GICയുടെ കേസിൽ 400 രൂപയിലാണ് മേജർ റെസിസ്റ്റൻസ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. യെസ്, ഒപ്പം തന്നെ അപ്പോളോ ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ട വ്യൂ കൂടിയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോളോ ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഒരു ഏപ്രിൽ 29 വലിയൊരു ഗ്യാപ്പ് ഡൗണോട് കൂടി ആരംഭിച്ച ഓഹരിയിൽ പിന്നീട് ഒരു സൈഡ് വേസ് പാറ്റേൺ ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലത്തെയും അതിനു മുമ്പ് വെള്ളിയാഴ്ചത്തെ ഒരു വ്യാപാരത്തിൽ നല്ലൊരു ബൈങ് ഇൻഡസ്ട്രി ഒരു ഓഹരിയിൽ കടന്നു വന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ ഏകദേശം ഒരു 0.5% നേട്ടത്തിൽ 6050 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോളോ ഹോസ്പിറ്റൽസിൽ ഏതെങ്കിലും തരത്തിലൊരു ലോ റിസ്ക് ബൈയിങ് അവസരം താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. സോ അപ്പോളോ ഹോസ്പിറ്റലിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇതിന്റെ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിച്ച 6877. ആൻഡ് അതിനുശേഷം വി ഹാവ് സീൻ എ നൈസ് ബൗട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. ആൻഡ് കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് ഇതൊരു കൺസോൾട്ടേഷനാണ് നടത്തി വരുന്നത്. ആൻഡ് ഈ ഒരു കൺസോൾട്ടേഷൻ കറക്ഷന്റെ ഒരു ലാസ്റ്റ് ഫേസിലോട്ട് വന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 6110 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലോങ് ടേമിന് വേണ്ടി തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അതിനുശേഷം കാണാൻ സാധിക്കുന്ന റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 6500, അതിനെ തുടർന്ന് 6800 രൂപ. യെസ്, ഒപ്പം തന്നെ IT സ്പേസിൽ നിന്നുള്ള L&T ടെക്നോളജി സർവീസസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. LTTSനെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഏപ്രിൽ 8 ഒരു പുതിയൊരു 52 വീക്ക് ഹൈ നിലവാരമായ 5873.35 എന്നൊരു നില എത്തിയിട്ടുണ്ടായിരുന്ന സൂചികയിൽ പിന്നീട് ഏകദേശം ഒരു 2 മാസത്തിലധികമായിട്ട് വളരെ ശക്തമായിട്ടൊരു കറക്ഷനാണ് നേരിട്ടിരിക്കുന്നത്. എന്നാൽ ഇന്നലത്തെ വ്യാപാരത്തിൽ മറ്റ് IT ഓഹരികളെല്ലാം തന്നെ ഒരു നെഗറ്റീവ് ടോണിൽ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ 0.27% നേട്ടത്തിൽ 4813 രൂപ എന്നൊരു നിലയിൽ ക്ലോസ് ചെയ്യാൻ LTTSന് സാധിച്ചിട്ടുണ്ട്. LTTSിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? LTTSന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് മൈ വ്യൂ ഇസ് ദാറ്റ് ഈ ഒരു സ്റ്റോക്കിന്റെ ബോട്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആൻഡ് നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 5000 രൂപയിലാണ് കാണുന്നത്. എന്റെ ഒരു എക്സ്പെക്ടേഷൻ 5000 രൂപയുടെ റെസിസ്റ്റൻസ് വരും സെഷൻസിൽ ബ്രേക്ക് ചെയ്യപ്പെടും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ 8 മുതൽ 14% നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. യെസ്, ഒപ്പം തന്നെ കേരള ബേസ്ഡ് കമ്പനിയായ FSCTയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ FSCTയിൽ ഏകദേശം 15% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 805 രൂപ എന്നൊരു നിലയിൽ. ഓഹരിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രത്യേകിച്ചും ഒരു മാർച്ചിന് ശേഷം മാർച്ച് അവസാന ആഴ്ചയോട് കൂടി ഒരു സൈഡ് വേസ് ട്രെൻഡിലേക്ക് പോയൊരു ഓഹരി കൂടിയാണ് FSCT എന്ന് പറയുന്നത്. FSCTയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നമ്മൾ ഈ ഫെർട്ടിലൈസർ സ്റ്റോക്സിനെ കുറിച്ച് കഴിഞ്ഞ 2 ആഴ്ച മുൻപ് തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവന്ന ഒരു മേഖലയായിരുന്നു പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസർ സ്റ്റോക്സ്. ആൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ആയിരുന്നു ഇന്നലത്തെ ഒരു വലിയ മുന്നേറ്റം. ഇത് FACTയിൽ മാത്രമല്ലായിരുന്നു. പരാദീപ് ഫോസ്ഫേറ്റ്, നാഷണൽ ഫെർട്ടിലൈസേഴ്സ്, മദ്രാസ് ഫെർട്ടിലൈസേഴ്സ്, രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, ഈ എല്ലാ 5 പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസർ സ്റ്റോക്സിലും ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്ക് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഇന്നല്ലെങ്കിൽ നാളെ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. FACTയുടെ കേസിൽ 900 rupees ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ് ലെവൽ. എന്റെ ഒരു പേഴ്സണൽ എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടും.
പ്രേക്ഷകരുടെ ക്വയറീസ് ചോദിക്കാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. അതിൽ ആദ്യമായി സന്തോഷ് എന്ന പ്രേക്ഷകൻ ദീപക് ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 3.5% നേട്ടത്തിൽ 599.7 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ദീപക് ഫെർട്ടിലൈസറിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? സോ ദീപക് ഫെർട്ടിലൈസേഴ്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് മറ്റ് നമ്മൾ നേരത്തെ പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസർ കമ്പനികളെ കുറിച്ചാണ് പറഞ്ഞത്. പ്രൈവറ്റ് സെക്ടർ മേഖലയിലുള്ള ദീപക് ഫെർട്ടിലൈസേഴ്സിന്റെ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറുന്ന ഒരു സ്ഥിതിയിലോട്ടാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സോ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് പോലും എടുക്കാൻ സാധിക്കും. സ്റ്റോക്കിന്റെ 3 മേജർ റെസിസ്റ്റൻസ് ലെവലിൽ ആദ്യം കാണുന്നത് 650, അതിനെ തുടർന്ന് 710, ആൻഡ് അതും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 840 രൂപ. സോ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകനായിട്ടുള്ള നിതിൻ മദ്രാസ് ഫെർട്ടിലൈസറുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഓഹരിയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ കൂടി പറയാമോ? സോ ഞാൻ നേരത്തെ മദ്രാസ് ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് ഒരു വ്യൂ നൽകിയിരുന്നു. ആൻഡ് വീണ്ടും ആവർത്തിച്ച് പറയുന്നു ദാറ്റ് പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസർ സ്റ്റോക്സിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസർ കമ്പനീസിലൊക്കെ തന്നെ കറക്ഷൻ ഇസ് കംപ്ലീറ്റഡ്. ആൻഡ് മദ്രാസ് ഫെർട്ടിലൈസറിന്റെ സ്പെസിഫിക് കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 110 തുടർന്ന് 100 രൂപ. പ്രണവ് എന്ന പ്രേക്ഷകൻ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ടോണിൽ 283.1 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സിലുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? BLന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും വരും സെഷൻസിൽ നമ്മൾ അല്പം വോളറ്റിലിറ്റി പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സോ ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്ന 278 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ സപ്പോർട്ട് 245 രൂപയിലെ കാണാൻ സാധിക്കുന്നുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഇതിന്റെ ഈ ഒരു നെഗറ്റീവ് അണ്ടർടോൺ റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗിൽ 294 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു 10 മുതൽ 15 രൂപയുടെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ജിറ്റോ എന്ന പ്രേക്ഷകൻ BPCLുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. BPCL കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്ന ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ 602.05 എന്നൊരു നിലയിലാണ്. BPCLുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? BPCL ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 612 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു 10 മുതൽ 20 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 595 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. സിജു കെ ജയ് എന്ന പ്രേക്ഷകൻ IREDAയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.25% ഇടിഞ്ഞ് 178.55 എന്നൊരു നിലയിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. IREDAയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? IREDAയുടെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ഏപ്രിലിന് ശേഷം ഈ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിൽ ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 148 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ തിരിച്ചൊരു ബുള്ളിഷ് മൊമെന്റം കാണണമെങ്കിൽ 190 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഒന്നിലധികം പ്രേക്ഷകർ ഇർകോൺ അതിനോടൊപ്പം തന്നെ RVNL എന്നീ റെയിൽവേ ഓഹരികളുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഓഹരിയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഇർകോൺ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ്. ഇർകോണിന്റെ കേസിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ലെവൽ ഫോം ചെയ്തിട്ടുണ്ട് 210 രൂപയിൽ. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ലെവൽ എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ 265 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. RVNLന്റെ കേസിൽ അഗൈൻ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ഷോർട്ട് ടേമിൽ ഒരു അല്പം സൈഡ് വേസ് ട്രെൻഡ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ
365 ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയൊരു ബൈയിങ് അവസരം അറ്റ് ദ കറന്റ് ലെവൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലീന എന്ന പ്രേക്ഷക ഫൈസർ ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ 4930 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫൈസർ ഇന്ത്യയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഫൈസറിന് അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ഈ സ്റ്റോക്കിന്റെ ഒരേ ഒരു പ്രോബ്ലം എനിക്ക് കാണാൻ സാധിക്കുന്നത് കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ ഇല്ല. ഇതിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 5050 രൂപയിലാണ് കാണുന്നത്. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസിൽ ബ്രേക്ക് ചെയ്യപ്പെടും. ബട്ട് കറന്റ് ലെവൽസിൽ ഒരു പുതിയ എൻട്രി അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. മധു എന്ന പ്രേക്ഷക മോസ്റ്റിപ്പ് ടെക്നോളജീസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയൂ സർ. മോസ്റ്റിപ്പ് ടെക്നോളജീസ്. നമുക്ക് ആ സ്റ്റോക്കിലോട്ട് തിരിച്ചു വരാം. അതിന്റെ ഡേറ്റ എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. യെസ്, ഓക്കെ. മറ്റൊരു പ്രേക്ഷകനായ ജോൺ ചോദിച്ചിരിക്കുന്നത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? പ്രധാനമായിട്ടും ഈ ഓഹരിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഓക്കെ, സ്റ്റാർ ഹെൽത്തിന് വരുന്നതിന് മുൻപ് മോസ്റ്റ് ചിപ്പിന്റെ വ്യൂ നൽകാം. മോസ്റ്റ് ചിപ്പ് ഇന്നലത്തെ ട്രേഡിംഗിൽ പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലിലോട്ടായിരുന്നു എത്തിയത്. അതിനുശേഷം നമുക്കൊരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചു. സോ ഈ ഒരു സ്റ്റോക്ക് ഒരു സ്മോൾ ക്യാപ്പ് ആണെന്നുള്ളൊരു കാര്യം മറക്കരുത്. കാര്യമായിട്ടൊരു ലിക്വിഡിറ്റിയും ഇല്ല. സോ ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈസ് ബൗട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 175 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നലത്തെ ഹയസ്റ്റ് ലെവൽ 197 രൂപ 30 പൈസയായിരുന്നു. ദാറ്റ് ഇസ് ദ റെസിസ്റ്റൻസ് ലെവൽ. സോ ആ റെസിസ്റ്റൻസ് ലെവലിന്റെ അടുത്ത് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ട്രൈ ടു ബുക്ക് യുവർ പ്രോഫിറ്റ്. സ്റ്റാർ ഹെൽത്തിന്റെ കേസ് എടുക്കുമ്പോഴേക്കും സ്റ്റാർ ഹെൽത്തിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഒരു എൻട്രി അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 565 രൂപയിലാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നിലധികം പ്രേക്ഷകർ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. ഓഹരി ഇന്നലെ 1% ഇടിഞ്ഞ് 1894 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഈ സ്റ്റോക്കിന്റെ വാല്യുവേഷൻസ് അല്പം സ്ട്രെച്ച്ഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സോ ലോ റിസ്ക് ആയിട്ട് ഒരു എൻട്രി അവസരം ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈ 2100 രൂപയിലാണ് കാണുന്നത്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അറൌണ്ട് 1850 റുപ്പീസ് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കൂടെ എടുത്ത അതേ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്ന ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസിൽ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1290 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ മാസഗോൺ ഡോക്കിന്റെ കേസിൽ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3050 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ജയകുമാർ എന്ന പ്രേക്ഷകൻ GMR എയർപോർട്ട്സുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ 86.75 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. GMRലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? സോ GMRന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് 90 മുതൽ 95 ആ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. സോ ഒരു പുതിയ എൻട്രി ലഭിക്കണമെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടണം. ജിബിൻ തരകൻ എന്ന പ്രേക്ഷകൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1% നേട്ടത്തിൽ 4807 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. HAയിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്?
സോ HLന്റെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ജൂൺ 3 ആയിരുന്നു ഈ സ്റ്റോക്ക് നമുക്ക് ഓൾ ടൈം ഹൈ നൽകിയത് 5444. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. ഓൺ ദ കോൺട്രറി എന്റെ ഒരു എക്സ്പെക്ടേഷൻ കറന്റ് ലെവൽ 4800 മുതൽ 5000 ആ ഒരു റേഞ്ചിൽ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 4750 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബിറ്റ്വീൻ 4800 ആൻഡ് 5200 റേഞ്ചിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക പ്രോഫിറ്റ്. ആവീസ് എന്ന പ്രേക്ഷകൻ യെസ് ബാങ്കുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ് ബാങ്ക് ഇന്നലെ 3% നേട്ടത്തിൽ 23.85 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യെസ് ബാങ്കിലുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? സോ യെസ് ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് 21 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് നമുക്കൊരു ശക്തമായ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ 25 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായി ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഓഹരിയിലുള്ള ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണെന്ന് കൂടി പങ്കുവയ്ക്കാമോ? സോ ഹഡ്കോ ഇലക്ഷൻ റിസൾട്ടിന്റെ ആ ഒരു സമയത്ത് ഒത്തിരി വോളറ്റിലിറ്റി കാഴ്ചവെച്ച ഒരു സ്റ്റോക്ക് ആയിരുന്നു. ബട്ട് അതിന് ആ ഒരു വോളറ്റിലിറ്റി നടന്നിട്ട് പോലും ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് സപ്പോർട്ട് 200 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 300 രൂപയില. എന്റെ ഒരു എക്സ്പെക്ടേഷൻ വരും സെഷൻസിൽ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. പുതിയ എൻട്രി കറന്റ് ലെവൽസിൽ അവോയ്ഡ് ചെയ്യുക. സർ, ഏതായാലും നമ്മളുടെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്.